ജർമ്മനിയുടെ ആകാശത്ത് ഭീതി പരത്തി അജ്ഞാത ഡ്രോണുകളുടെ കൂട്ടം. സംഭവത്തെ തുടർന്ന് മ്യൂണിക് വിമാനത്താവളം 7 മണിക്കൂറോളം അടച്ചിട്ടു. 15 വിമാനങ്ങൾ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 11-നാണ് വിമാനത്താവളത്തിന് മുകളിൽ ഡ്രോണുകൾ കൂട്ടത്തോടെ പറന്നെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ജർമ്മനിയുടെ ആകാശത്ത് ഭീതി പരത്തി അജ്ഞാത ഡ്രോണുകളുടെ ഒരു വലിയ കൂട്ടത്തെ കണ്ടതിനെ തുടർന്ന് മ്യൂണിക് വിമാനത്താവളം 7 മണിക്കൂറോളം അടച്ചിടുകയുണ്ടായി. ഡ്രോണുകൾ കണ്ടതിനെ തുടർന്ന് അടച്ചിടുന്ന യൂറോപ്പിലെ ഏറ്റവും ഒടുവിലത്തെ വിമാനത്താവളമാണ് മ്യൂണിക്. ഡെൻമാർക്കിലെയും നോർവേയിലെയും ഒട്ടേറെ വിമാനത്താവളങ്ങൾക്ക് മുകളിൽ ഡ്രോണുകൾ പറന്നത് ഭീതി പരത്തിയിരുന്നു. മിക്ക വിമാനത്താവളങ്ങളും മണിക്കൂറുകളോളം അടച്ചിടേണ്ടായി വന്നിരുന്നു. ഡെൻമാർക്ക് പിന്നീട് തങ്ങളുടെ വ്യോമാതിർത്തിയിൽ ഡ്രോൺ പറത്തൽ നിരോധിക്കുക പോലും ചെയ്തു. സെപ്റ്റംബർ അവസാനത്തോടുകൂടി റൊമാനിയയിലും പോളണ്ടിലും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. റഷ്യൻ യുദ്ധവിമാനങ്ങൾ എസ്റ്റോണിയൻ വ്യോമാതിർത്തി ലംഘിച്ചെന്ന ആരോപണം ഇതിനിടയിലുണ്ടായി. ഇതിനെല്ലാം പിന്നിൽ റഷ്യയാണെന്നാണ് നാറ്റോ രാജ്യങ്ങളുടെ ആരോപണം. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരോപണം പരിഹസിച്ച് തള്ളുകയായിരുന്നു. സംഭവത്തിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഹേന ന്യൂസ്.